ആരാണ് ഈ സുഗതൻ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അറസ്റ്റിലായ സുഗതൻ 2012 മുതൽ ഗുരുതര കേസുകളിൽ പ്രതിയാണ്. 2014 മുതൽ റൌഡി ലിസ്റ്റിലുള്ള ആളാണ്. തിങ്കളാഴ്ചയാണ് സുഗതനെതിരെ കളക്ടർ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹരിമോഹനുണ്ട് നമുക്കൊപ്പം. ഹരി, അപ്പോൾ 2012 മുതൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 14 വർഷമായി ഗുരുതര കുറ്റകൃത്യങ്ങൾ, വധശ്രമം ഉൾപ്പെടെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഒരാൾ, അങ്ങനെ ഒരാൾ എങ്ങനെ നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനിൽ ഒരു കൗൺസിലറായി വിജയിച്ചു എന്നുള്ളത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഷിഹാസ്, ഇന്നലെ രാത്രി വരെ ഈ സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലർ പൊതുരാഷ്ട്രീയ രംഗത്ത് അത്ര പ്രശസ്തമായിട്ടുള്ള വ്യക്തിയായിരുന്നില്ല, അല്ലെങ്കിൽ ആ പേര് അത്രത്തോളം പ്രസക്തി ഉണ്ടായിരുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി പോലീസിന്റെ അതിനാടകീയമായ സാഹസികമായിട്ടുള്ള ഒരു അറസ്റ്റോടുകൂടിയാണ് സുഗതൻ എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതിയും BJP കൗൺസിലറുമായ വ്യക്തിയെക്കുറിച്ച് കേരളം തന്നെ ചർച്ച ചെയ്തത്. പക്ഷേ സുഗതൻ 2012 മുതൽക്ക് തന്നെ നിരന്തരമായി വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2012 ആദ്യം പ്രതിയാകുന്നു, പിന്നീട് 2014 ആ കേസുകളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി പോലീസിന്റെ റൌഡി ഷീറ്റ് ലിസ്റ്റിൽ ഇയാളുടെ പേര് ഉൾപ്പെടുത്തുകയാണ്. അതിനുശേഷവും ഇതേ കുറ്റകൃത്യം ആവർത്തിച്ച് തന്നെ പോന്നു. വട്ടിയൂർക്കാവ്, നെടുമങ്ങാട് സ്റ്റേഷനുകളായി നിരവധിയായിട്ടുള്ള കേസുകൾ സുഗതനെതിരെ വന്നു. അങ്ങനെ 2023 ആദ്യമായിട്ട് ഇയാൾക്ക് താക്കീത് വരുന്നത്. 2023 താക്കീത് വന്ന ശേഷവും ചില വിലക്കുകൾ വന്ന ശേഷവും ഒക്കെ തന്നെ ഇയാൾ കുറ്റകൃത്യം ആവർത്തിച്ചു എന്നുള്ളതാണ് ഈ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്. 2025 ഇയാൾക്കെതിരെ സമാനമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചതാണ്. പക്ഷേ അതിനുശേഷവും ഇയാൾ ഇതേ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു. വീണ്ടും വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ഗുരുതര കേസുകളിൽ ഇയാൾ പ്രതിയായി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി വട്ടിയൂർക്കാവിലെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഉത്സവം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനിടക്കാലത്ത് മേയറായിരിക്കെ VK പ്രശാന്തിന്റെ കാർ നടു റോഡിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. അന്ന് പോലീസുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കേസുകൾ, പ്രത്യേകിച്ച് ഗുണ്ട ആക്രമണങ്ങളൊക്കെയായി ബന്ധപ്പെട്ട കേസുകളിൽ സുഗതന്റെ പേര് നിരന്തരം ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഈ തിങ്കളാഴ്ച, അതായത് മിനിഞ്ഞാന്ന്, ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതും കാപ്പ ചുമത്തിക്കൊണ്ട് കരുതൽ തടങ്കലിലേക്ക് വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. എന്തായാലും ഇനിയിപ്പോൾ എന്തായിരിക്കും സുഗതന്റെ ഭാവി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കിക്കൊണ്ട് തന്നെ എത്ര നാൾ അകത്ത് കിടക്കും എന്നുള്ള വിഷയമാണ്. നാട് കടത്തുമോ എന്നുള്ളത് അടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ശരി ഹരി, ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കൗൺസിലറെ ഇത്തരത്തിൽ കാപ്പ കേസ് ചുമത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 മാസത്തേക്ക് സ്വാഭാവികമായ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയൊന്നുമില്ല. തല്ലുകേസ്, ഒരുപാട് ആക്രമണ സംഭവങ്ങൾ, പ്രത്യേകിച്ച് വധശ്രമ കേസ് ഉൾപ്പെടെ, അതിപ്പോൾ കൗൺസിലർ ആകുന്നതിന് മുമ്പ് മാത്രമല്ല കൗൺസിലർ ആയതിനു ശേഷവും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി. അയാളെയാണ് ഇപ്പോൾ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്നത്. പോലീസിന്റെ നടപടിയെ ആഭ്യന്തരമന്ത്രി പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിയെ BJP ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത.